പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എസ് സജീവിൻ്റെ മരണത്തിൽ അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെന്ന് പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. എ വി ജയശങ്കർ ചേരും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി. പറയൂ ജയശങ്കർ. SKN അല്പസമയം മുമ്പാണ് ഈ 3 പ്രതികളെയും വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. വലിയ പോലീസ് സുരക്ഷയിലാണ് ഈ പ്രതികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവരുടെ സ്വകാര്യത കണക്കിലെടുത്ത് മുഖം ഉൾപ്പെടെ മറിച്ചുകൊണ്ടാണ് പോലീസ് ഇവരെ ഇങ്ങോട്ട് എത്തിച്ചത്. അലീന ദിലീപ്, അശ്വിത AT, അഞ്ജന മധു ഇങ്ങനെ 3 പേരെയാണ് പോലീസ് നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവരുടെ വൈദ്യപരിശോധന ഇതിനോടകം തന്നെ ആശുപത്രിയിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവർ ഡോക്ടറുടെ അടുത്താണ് വൈദ്യപരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ ഉണ്ടാവുക. ഇവരെ ഇവിടെ നിന്ന് മിക്കവാറും വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക്, പത്തനംതിട്ടയിലെ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയതിനു ശേഷമായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി കോടതിയിലേക്ക് കൊണ്ടുപോകുക. ഉച്ചയോടെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് നിലവിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. കോടതിയിൽ ആദ്യഘട്ടത്തിൽ പ്രതികൾ ഏതെങ്കിലും തരത്തിൽ ജാമ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചാൽ പ്രോസിക്യൂഷൻ അതിനെ എതിർക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ ഒരു വളരെ സെൻസിറ്റീവായൊരു കേസാണ്. ഒപ്പം തന്നെ ഒരു 20-21 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണത്തിനാണ് ഈ 3 പ്രതികൾ കാരണക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ പ്രതികൾ തെളിവ് ഉൾപ്പെടെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. കോളേജ് അധികൃതരെയും മറ്റ് തലത്തിലെല്ലാം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം അനുവദിക്കുന്ന ഒരു നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. നിലവിൽ അത്തരം വിവരങ്ങളാണ് നമുക്ക് പോലീസിൽ നിന്നും മറ്റും ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ പ്രതികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലുണ്ട്. ഇവരുടെ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. SKN.